ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു അടിപൊളി കോളിഫ്ലവർ ഫ്രൈ ആയാലോ. ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇത് അവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇത് അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് എന്താക്കുക, അതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ഇതേപോലായി വന്നിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 2 ടീസ്പൂൺ കടലപ്പൊടിയും പിന്നെ ഒരു കോഴിമുട്ടയും പിന്നെ 1 ടീസ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ മൈദയും പിന്നെ ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാവണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ല മിക്സ് ചെയ്തെടുക്കുക. ഇതായി പരിവാകുമ്പോൾ എന്താക്കുക, ഇതേപോലെ ആകുമ്പോൾ നമുക്കിതിലേക്ക് കോളിഫ്ലവർ വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതവിടെ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 4 മിനിറ്റൊക്കെ കഴിയുന്ന ടൈമിൽ എന്താക്കുക, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതത് നല്ല അടിപൊളിയായി ഫ്രൈ ആയി വന്നിരിക്കുന്നു. ഇനി നമുക്ക് എന്താക്കുക, ഇതിന്ന് എണ്ണയിൽ നിന്നെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കോളിഫ്ലവർ അടിപൊളിയായി ക്രിസ്പിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.